സങ്കീർത്തനം 69 ദാവീദ് തൻ്റെ മകനായ അബ്സലോമിൽ നിന്ന് ഓടി ഒളിക്കവേ എഴുതിയ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 13-ാം വാക്യം മനോഹരമാണ്. ഇങ്ങനെയാണ്: കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളിൽ ഒന്നാണിത്. കാരണം 3 കാര്യങ്ങൾ ഈ പ്രാർത്ഥന നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ദാവീദിന്റെ ആത്മവിശ്വാസമാണ്. കർത്താവെ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരാശ്രയമില്ലാതെ വരുമ്പോഴും ആരും കൂടെ ഇല്ലാത്തപ്പോഴും ഒക്കെ നമ്മൾ അവിടെയാണ് ആശ്രയം കണ്ടെത്തേണ്ടത്, ദൈവത്തിലാണ്. അത് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ പ്രാർത്ഥന. ആരുമില്ലെങ്കിലും സാരമില്ല, ദൈവമുണ്ട്. രണ്ടാമതായി പറയുന്നത് ദൈവത്തിൻ്റെ കരുണയിലുള്ള ദാവീദിന്റെ ആശ്രയത്വമാണ്. തൻ്റെ മെറിറ്റോ തൻ്റെ യോഗ്യതകളോ തൻ്റെ പുണ്യജീവിതത്തിൻ്റെ ഫലമായോ ഒന്നുമല്ല തൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് ദാവീദ് ആവശ്യപ്പെടുന്നത്. ദൈവമേ, നിന്റെ കരുണയിൽ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സുന്ദരമാണ് ഈ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഇടപെടും. മൂന്നാമതായി പറയുന്നുണ്ട്, ദൈവമേ, നിനക്ക് ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് ഉത്തരമല്ലണം. ഇത് മനോഹരമായൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങളും കിട്ടേണ്ട സമയം അത് നമുക്കല്ല അറിയാവുന്നത്, ദൈവത്തിനാണ് അറിയാവുന്നത്. ഒരുപക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ എൻ്റെ ദൈവത്തിനറിയാം എന്നെ എപ്പോഴാണ് അനുഗ്രഹിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിലേക്ക് എപ്പോഴാണ് മാറ്റം തരേണ്ടതെന്നും എൻ്റെ തമ്പുരാൻ അറിയാം. അത് വിട്ടുകൊടുക്കുക. അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാൾക്ക് സന്തോഷമായി സമാധാനമായി ജീവിക്കാൻ സാധിക്കും. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.